ആദ്യത്തെ ഒരു ആദ്യത്തെ 2-3 വാചകങ്ങള് ഗ്രേ പോയിന്റ് ജൂൺ 1961 ഒരു ആർട്ടിക്കിളിന്റെ അകത്തുണ്ട്. രണ്ടാമത്തെ പിന്നെ ഒരു വരി മാത്രമേ ഉള്ളൂ. അത് എ കംസ് ഓഫ് പേജിന്റെ പേജ് 232. ഈ ഗ്രേ പോയിന്റിലെ ഈ ആർട്ടിക്കിള് 1961 ജൂണിലെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി ഫോർ ടുഡേ, ഇന്നത്തേക്ക് വേണ്ട വിനയം എന്നുള്ള ആ ഒരു ഇന്നത്തേക്കായിട്ടുള്ള വിനയം, ഹ്യൂമിലിറ്റി ഫോർ ടുഡേ, ഇന്നത്തേക്കുള്ള വിനയം എന്നുള്ള ആ ഒരു ലേഖനം തന്നെ ഗംഭീര ലേഖനമാണ്. ബിൽഡബ്ല്യൂന്റെ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് ബുക്ക് കയ്യിലുള്ളവർക്ക് 254 അതിന്റെ തുടക്കം. ഇതിലേക്ക് എടുത്തിട്ടുള്ള ആ ഭാഗം 255 പേജിലത്തെ 1, 2, 4 പാരഗ്രാഫ്. എന്താണ് ഫോൾസ് പ്രൈഡിനെ കുറിച്ച് പറഞ്ഞത്, ദുരഭിമാനത്തിനെ കുറിച്ച് പറഞ്ഞത്? ഇത് തോന്നുന്ന മിക്കവാറും എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ് ദുരഭിമാനം. എന്നാൽ അഭിമാനബോധം എല്ലാവർക്കും ഉണ്ട്. അതിൽ കുറെ നല്ല അഭിമാനമായിരിക്കും, കുറെ ചീത്ത അഭിമാനമായിരിക്കും. ഏതിൽ പറഞ്ഞ രണ്ടിനെയും നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുനടക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതില് എഡിറ്റഡ് ആവുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ വായിക്കാം. തന്നെ നോക്കാം എന്താണ്. The alarming thing about pride blindness is the case with which it is justified. But we need not look far to see that self-justification is a universal destroyer of harmony and of love. It sets man against man, nation against nation. By it, every form of folly and violence can be made to look right and even respectable. ഇതാണ് നിർത്തുന്നത്. അതായത് ദുരഭിമാനം അല്ലെങ്കിൽ പ്രൈഡ് ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് പറഞ്ഞു. ആ അഭിമാനബോധം കൊണ്ട് അന്ധരാവുക, അല്ലെങ്കിൽ അന്ധമായ അഭിമാനം, അഹങ്കാരം തന്നെ പറയാൻ, അന്ധമായ രീതിയിലുള്ള ഞാനാണ് എല്ലാം ചെയ്തത്, ഞാനാണ് എന്നുള്ള ആ ഒരു ഭാവവും, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അയാൾ അങ്ങനെ പറഞ്ഞു, എന്നെ കുറിച്ച് അയാൾക്ക് അറിയില്ല, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെയുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ. അതാണ് ഈ പ്രൈഡ് ബ്ലൈൻഡ്നെസ്. ഇത് വളരെയധികം എന്താ പറയാ, the alarming thing about pride blindness is the case, the ease with which it is justified. അതാണ് ഏറ്റവും വലിയ അലാമിംഗ് ആയിട്ടുള്ള കാര്യം. എന്ത്? അതിനെ ന്യായീകരിക്കാം, എത്ര വളരെ ഈസി ആയിട്ട് ന്യായീകരിക്കാം. ഇത് ഞാൻ വളരെയധികം കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് പലതവണ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്കൊക്കെ പറഞ്ഞതിന്റെ മുമ്പേ എന്ന് പറഞ്ഞാൽ ഞാൻ എയിൽ വന്നിട്ട് മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് കൂടി ഞാനിതൊക്കെ പ്രോഗ്രാമിൽ വന്ന് വളരെ കാലത്തിനൊക്കെ ശേഷമാണ് ഇതൊക്കെ കുറഞ്ഞിട്ടുള്ളത്. ദുരഭിമാനത്തില് അല്ലെങ്കിൽ അഭിമാനത്തിന്റെ അന്ധതയിൽ നിന്ന് കുറച്ചെങ്കിലും മുക്തനായിട്ടുള്ളത്. ഒരു എന്താ പറയാ, ഒരു അളവ് വരെ അതേ പറയാൻ പറ്റൂ. ഇപ്പോഴും 100% എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല. അത് ചില സമയത്തൊക്കെ അറിയാതെ, പക്ഷെ പിന്നീട് പറഞ്ഞ തെറ്റാണെന്ന് മനസ്സിലാവുമായിരിക്കും, ഇല്ലാന്ന് പറയില്ല, പക്ഷെ അറിയാതെ പുറത്തേക്ക് വരികയും ചെയ്യും ഇപ്പോഴും. പക്ഷെ ഒരു കാലത്ത് വല്ലാതെ കൂടുതൽ എന്ത് കാര്യത്തിലും ഞാൻ ചെയ്യുന്നത് ശരി, എന്നോട് അങ്ങനെ ചോദിക്കാറേ എന്നാ ഞാൻ അവരെ കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു മനോഭാവമായിരുന്നു ഉണ്ടായത് ജീവിതത്തിൽ. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? The alarming thing about pride blindness is the ease with which it is justified. അതിനെ ന്യായീകരിക്കുന്നുണ്ട്, നീതീകരിക്കും. നമ്മൾ ലോകത്ത് എല്ലാവരും കാണാം. അപ്പൊ ശരിയാണെന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ പറയുകയും ചെയ്യാം, കുറച്ചൊക്കെ അങ്ങനെയൊക്കെ വേണം എന്നാണ് പറയുക. അങ്ങനെ നമ്മളെ എപ്പോഴും കൊച്ചാക്കാൻ പറ്റൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ ആ നീതീകരണ സ്വഭാവം വളരെ എന്താ പറയാ, എത്ര ലളിതമായിട്ട് അവർ ആൾക്കാർ നീതീകരിക്കുന്നു. But we need not look far to see that self-justification
ഈസ് എ യൂണിവേഴ്സൽ ഡിസ്ട്രോയർ ഓഫ് ഹാർമണി ആൻഡ് ഓഫ് ലവ്. നമ്മള് ദൂരത്തേക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്വയം ഈ ന്യായീകരിക്കുന്ന ഈ സ്വഭാവം ഈസ് എ യൂണിവേഴ്സൽ ഡിസ്ട്രോയർ ഓഫ് ഹാർമണി ആൻഡ് ലവ്. അത് മുഴുവൻ ലോകത്തിന്റെ തന്നെ എന്താ പറയാ, ആ ഒരു ഹാർമണി എന്ന് പറഞ്ഞാൽ ഒരു എന്താ സമരസത്വം, അതായത് പറയാ സമാധാനവും ഇതെല്ലായിട്ടുള്ള വളരെ ഒരു സന്തുലിതാവസ്ഥയോ എന്തായാലും പറയാ, ഹാർമണിക്ക് മലയാളം വാക്ക് കിട്ടുന്നില്ല. ആൻഡ് ലവ്, ആൻഡ് ഓഫ് ലവ്, സ്നേഹത്തിനെയും എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. നമുക്കറിയാലോ, അത് എത്രയോ ലോകത്ത് എത്രയോ എന്താ പറയുക യുദ്ധങ്ങളും പലതും വന്നിട്ടുള്ളത് എങ്ങനെയാണ്, പലപ്പോഴും അത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിമാന പ്രശ്നമായിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും തമ്മിൽ ഒരു മിനിറ്റ് അടക്കം ഓക്കെ. അപ്പൊ തമ്മിൽ എന്താ പറയുക, ഒരു സ്വരൈക്യം, അതാണ് ഹാർമണി, സ്വരത്തിന്റെ ഐക്യം. ആ ഒരു അഭിപ്രായ ഐക്യം ഇല്ലാതെ ആയി പോകും. ആ അഭിപ്രായ ഐക്യം ഇല്ലാതായി പോകും നമ്മൾ ഡെയിലി കാണുന്നതാണ്. ഇപ്പോഴും ഒക്കെ ഉള്ള ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. അതിന്റെ ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഈ ഫോൾസ് പ്രൈഡ് തന്നെയാണ്. അപ്പോ ഇനിയോ, ഇറ്റ് സെറ്റ്സ് മാൻ അഗൻസ്റ്റ് മാൻ, നേഷൻ അഗൻസ്റ്റ് നേഷൻ. അതെ, ഒരു മനുഷ്യനെതിരായിട്ടും ഒരു രാജ്യത്തിനെതിരായിട്ടും ഇത് പ്രതിഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ മാറ്റിയെടുക്കുന്നു, അത് അങ്ങനെ ആക്കി വെക്കുന്നു. അതാണ് ഇത്. ഇനിയോ, ബൈ ഇറ്റ് എവറി ഫോം ഓഫ് ഫോളി ആൻഡ് വയലൻസ് ക്യാൻ ബി മെയ്ഡ് ടു ലുക്ക് റൈറ്റ് ആൻഡ് ഈവൻ റെസ്പെക്ട്. അതെ, ഈ ദുരഭിമാനം കൊണ്ട് അല്ലെങ്കിൽ ഈ എന്താ പറയാ അഭിമാന അന്ധത കൊണ്ട് എവറി ഫോം ഓഫ് ഫോളി എന്ന് പറഞ്ഞാൽ മണ്ടത്തരം, എന്താ പറയാ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ എടുക്കല്, ഫോളി ആൻഡ് വയലൻസ് നമുക്കറിയാലോ, ഏറ്റവും വലിയ എന്താ പറയാ ക്രൂരത എന്നല്ല പറയണ്ടത്, ഏറ്റവും വലിയ കലാപങ്ങളും അങ്ങനത്തെ കണ്ടീഷൻസും ക്യാൻ ബി മെയ്ഡ് ടു ലുക്ക് റൈറ്റ്. അതൊക്കെ ശരിയാണെന്ന് എന്താ പറയാ തോന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ചിന്തകളിൽ നമ്മൾ മനസ്സിലാക്കുന്ന അതൊക്കെ ശരിയാണ്, അതൊക്കെ അങ്ങനെ വേണം കുറച്ച്. ഇന്നിപ്പോ ഒരു ഉദാഹരണം പറയാം, ഒരു പീസ്ഫുള്ളായിട്ട് സമരം ചെയ്യുന്ന ആൾക്കാരുടെ മുകളിൽ ചിലപ്പോൾ പോലീസുകാരൊക്കെ കണ്ടമാനം ജലപീരങ്കി അതൊക്കെ ഉപയോഗിക്കാനൊക്കെ കാണാം. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു അതൊക്കെ അവർക്ക് വേണ്ടതാണ്, അവർക്ക് വീട്ടിൽ നിന്നാ പോരെ, മിണ്ടാതെ അവനോട് പണി തീർത്താ പോരെ, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാനേക്കാം. അപ്പൊ അവര് വേറെ കാര്യത്തിനാണ് അവർ പോകണമെന്നുള്ള വേറെ വിഷയം, ചിലപ്പോൾ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത്. ഞാൻ പീസ്ഫുൾ ആയിട്ടുള്ളതിന്റെ കാര്യത്തിലാണ് പറഞ്ഞിട്ടോ, മറ്റേ അവര് വയലൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ല പറഞ്ഞത്, അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലത്തെ കാര്യമില്ല. പക്ഷെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണാം, അതിനൊക്കെ ന്യായീകരിക്കും, അതിനൊക്കെ രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറയില്ല. അതാ പറഞ്ഞത്, ബൈ ഇറ്റ് എവറി ഫോം ഓഫ് ഫോളി ആൻഡ് വയലൻസ് ക്യാൻ ബി മെയ്ഡ് ടു ലുക്ക് റൈറ്റ്. അപ്പൊ ഈ ദുരഭിമാനം ഇല്ലെങ്കിൽ ഒരു അഭിമാനം കൊണ്ടുള്ള അന്ധത കാരണം, അഹങ്കാരം കൊണ്ടുള്ള ഇത് കാരണം ഇതൊക്കെ ശരിയാണെന്ന് നമ്മൾ തോന്നിപ്പിക്കാം. ആൻഡ് ഈവൻ റെസ്പെക്റ്റബിൾ, ശരിയാണെന്ന് മാത്രമല്ല അതിനൊക്കെ ഒരു മാന്യത ഉണ്ട് എന്നുകൂടി തോന്നിപ്പിക്കാം. ചിലപ്പോൾ പറയാറുണ്ട്, അതായത് വളരെ ദുഃഖകരമായ പല അവസ്ഥകളിലൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ട് തന്നെ അതിനെയൊക്കെ ന്യായീകരിച്ച് പറയേണ്ടത് അവർക്ക് വേണ്ട, അവരൊക്കെ അങ്ങനെ വേണ്ടതാണ് എന്നുള്ള രീതിയിൽ. ഇല്ലെങ്കിൽ ആ ചെയ്ത ആളുണ്ടല്ലോ, അയാള് ശരിക്കും അയാൾക്ക് ഒരു കൈ കൊടുക്കണം എന്നൊക്കെ പറയും. അയാൾ ചെയ്ത് ശുദ്ധ എന്താ പറയുക ദുരഭിമാനത്തിന്റെ ഇത് ചെയ്ത് എന്തെങ്കിലും പ്രവൃത്തികളായിരിക്കും. ദുരഭിമാന കൊലപാതകങ്ങൾ കാണാറുണ്ട്. ജാതിയുടെ പേരിൽ വിവിധ ജാതികളിൽ നിന്നുള്ളവർ കല്യാണം കഴിക്കുമ്പോൾ അതാണ് കാണാറ് പലപ്പോഴും, ദുരഭിമാന കൊലകൾ. ആ ദുരഭിമാന കൊലകളെ ന്യായീകരിച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഒരാളുടെ ജീവനും ഒരു കപ്പിളിന് ജീവിക്കാനുള്ള അവകാശം ആണ് നഷ്ടപ്പെടുന്നത്. ആ നഷ്ടപ്പെട്ടതിന് കൂടി
ന്യായീകരിച്ചുകൊണ്ട്, വളരെ ഈസി ആയിട്ട് ന്യായീകരിച്ചുകൊണ്ട് ആ ചെയ്ത ആളെ എന്താണ് ഒരു മാന്യനായിട്ടും അല്ലെങ്കിൽ ഒരു സദാചാരത്തില് വളരെ കേമനായിട്ടൊക്കെ പ്രതിഷ്ഠിക്കുന്നതും പറയുന്നതൊക്കെ ധാരാളം നമ്മൾ നാട്ടിൽ കേൾക്കാറുണ്ട്. അതിനെയൊക്കെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇനി ഇതിന്റെ അടുത്ത ഭാഗം അത് എ കംസ് ഓഫ് ഏജ് നമ്മളുടെ ഹിസ്റ്ററി ബുക്കാണ്. 232 പേജ് നമ്പർ. എ കംസ് ഓഫ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 200 എന്താ പറയാ, നമ്മുടെ ഹിസ്റ്ററി ബുക്കാണ്. അപ്പൊ അതിൽ നിന്ന് 232 പേജിൽ നിന്നുള്ള ഒറ്റ വരി എടുത്തിട്ടുള്ളൂ. ആ വരി എന്താണെന്ന് നോക്കാം നമുക്ക്. ഇനി എയുടെ ദുരഭിമാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് ആ ലാസ്റ്റ് ഭാഗമാണ്. ഇത് 4 o'clock ആഫ്റ്റർനൂൺ ആ ഭാഗമാണ്. 4 o'clock സൺഡേ ആഫ്റ്റർനൂൺ എന്നുള്ള ഭാഗമാണ്. അതായത് 1955 സാൻ ലൂയിലെ കൺവെൻഷന്റെ ക്ലോസിംഗ് സെറമണിയിലെ ലാസ്റ്റ് സെഷൻ അതാണ്. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? ഒറ്റ വാചകമുള്ളൂ. ഇറ്റ് വുഡ് ബി എ പ്രോഡക്റ്റ് ഓഫ് ഫാൾസ് പ്രൈഡ് ടു ക്ലെയിം ദാറ്റ് AA ഈസ് എ ക്യൂർ ഓൾ ഈവൻ ഫോർ ആൽക്കഹോളിസം. നമ്മൾ ചിലപ്പോ ഈ പറയുന്നത് ഒരു ദുരഭിമാനമായിരിക്കും. അതായത് നമ്മളെ പലരും അവകാശപ്പെടാറുണ്ട്. ഞാനൊക്കെ ഒരു കാലത്ത് അവകാശപ്പെട്ടിട്ടുണ്ട്. ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ഞാൻ ഒരു കാലത്ത് അവകാശപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എ എന്ന് പറഞ്ഞാൽ കോരിത്തിരിക്കുകയായിരുന്നു, രോമാഞ്ചം വരുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും എ മതി എന്നുള്ള ആ ഒരു ക്ലെയിം ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആന്തരികമായ പ്രശ്നങ്ങൾക്ക് ഒരുവിധമൊക്കെ എ മതി. പക്ഷെ മെഡിക്കൽ ഹെൽപ്പും സൈക്കാട്രിക് ഹെൽപ്പും ഒക്കെ വേണ്ട സ്ഥലങ്ങളിൽ കൂടി ഞാൻ അങ്ങനെ ചിലവരെയൊക്കെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മണ്ടത്തരങ്ങളെ കൊണ്ട് ചിലവരോട് ഗുളിക കഴിക്കണം നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്ത് അബദ്ധമാണ് പറഞ്ഞത്. മാത്രമല്ല വേറൊരാൾ ജീവൻ ചില കളിയാണ് കളിച്ചതെന്നുള്ള കൂടി ആലോചിക്കുമ്പോൾ സങ്കടം വരാറുണ്ട്. പക്ഷെ അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ പിന്നീട് ഞാൻ എന്താ പറയുക പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വാക്കാലേ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം വേറെ ഒന്നും പറ്റിയില്ല. കാരണം എന്തോ മഹാഭാഗ്യം കൊണ്ട് ആർക്കും അപകടമൊന്നും വന്നില്ല. ഞാൻ 2 പേരോടാണ് ഗുളിക കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സൈക്കാട്രിസ്റ്റ് തന്നിട്ടുള്ള ഗുളിക കഴിക്കേണ്ട, പതുക്കെ നിർത്തണം. ഇനി അങ്ങോട്ട് പറഞ്ഞു കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങോട്ട് അത് നിർത്തിയില്ല ഉണ്ടെങ്കിൽ ഒന്നുകിൽ വേറെ ഡോക്ടറെ കാണണം. ഇനി അതും പറ്റില്ല ഉണ്ടെങ്കിൽ അവനവൻ തന്നെ കുറച്ചായിട്ട് സ്ലോലി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ ശുദ്ധ ഭോഷ്കത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ഭോഷ്കത്തരം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഫോളി എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഓക്കെ. ഇനി ഇറ്റ് വുഡ് ബി എ പ്രോഡക്റ്റ് ഓഫ് ഫാൾസ് പ്രൈഡ് ടു ക്ലെയിം ദാറ്റ് AA ഈസ് എ ക്യൂർ ഓൾ ഈവൻ ഫോർ ആൽക്കഹോളിസം. ഈവൻ ആൽക്കഹോളിസത്തിന് വരെ എല്ലാ രീതിയിലും ഒരു പരിഹാരമാണ് AA എന്ന് പറയുന്നത്. അത് ഇതുപോലെ ഒരു എന്താണ്, ഒരു ദുരഭിമാനത്തിന്റെ ഒരു പ്രോഡക്റ്റാണ്, ഒരു ഫലമാണ്. അത് ആലോചിക്കുമ്പോൾ ശരിയാണ്. നമ്മളൊരു ആത്മവിമർശനത്തോടു കൂടി നമ്മളെ തന്നെ വീക്ഷിക്കുമ്പോൾ ആത്മപരിശോധന, സാധാരണ പരിശോധനകളല്ലാതെ നമ്മളുടെ തന്നെ ചിന്തകളിൽ വരുന്ന കാര്യങ്ങളെ നമ്മളൊരു വിമർശന ബുദ്ധിയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും എത്രയോ കാര്യങ്ങൾ ഏയുടെ അപ്പുറത്തും ഈ ലോകത്തുണ്ട്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ ആദ്യകാലത്ത് ആ ഒരു എയോടുള്ള പ്രാമുഖ്യം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടല്ലോ, എനിക്ക് പറ്റില്ല എന്ന് കരുതിയ കാര്യം എനിക്ക് സാധിച്ചു തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എയോടുള്ള സ്നേഹവും എയോടുള്ള എല്ലാ രീതിയിലുള്ള വിശ്വാസവും അത് ഇന്നും ഉണ്ട്. എയോടുള്ള വിശ്വാസം. പക്ഷെ അത് അതിന് കടന്നു പോയിട്ട് അതും ഒരു ദുരഭിമാനമായി മാറും. ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും എക്ക് ഉത്തരമുണ്ട് എന്നുള്ളത് പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് ഒരു കാര്യം ശരിയാണ്, മാനസികമായ നമ്മുടെ ചിന്താതലത്തിലുണ്ടാവുന്ന കാര്യങ്ങൾക്കൊക്കെ എ പ്രോഗ്രാമിൽ കൂടെ വരുമ്പോൾ നമുക്ക് അതിനുള്ള ഒരുവിധമൊക്കെ ഉത്തരം കിട്ടുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് മറ്റ് മാനസിക പ്രശ്നങ്ങളോ വേറെ ചില വൈകാരിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മൊത്തം എക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെതായ എക്സ്പെർട്ടുകളെ കാണേണ്ടി വരും. ചില സമയത്ത് കൗൺസിലിംഗ് വേണ്ടി വരും. ഞാനൊരു എനിക്ക് തോന്നുന്നത് ഒരു 1.5 വർഷം ഒക്കെ ആയപ്പോഴാണ് ഇപ്പോഴത്തെ സുബോധാവസ്ഥ എനിക്കും വൈഫിനും കൂടി ഒരിക്കലും നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ.
എന്താ വെച്ചാൽ സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ട്. 1.5 വർഷത്തിൽ എൻ്റെ വീട് പണി കഴിഞ്ഞു. അപ്പൊ ആ വീട് പണി കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തിക ബാധ്യത ഉണ്ടായി. എനിക്കാണെങ്കിൽ അതുവരെ സാമ്പത്തിക ബാധ്യതയില്ല, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ എനിക്ക് വരും. വീട് പണി വന്നതോടുകൂടി ബാങ്ക് ബാലൻസ് എല്ലാം തീർന്നത് മാത്രമല്ല, കടബാധ്യത വന്നു, ഇൻകം വേണ്ടത്ര ഇല്ലാതായി. അത് വേറൊരു പ്രശ്നം. ചെലവുകൾ വേറെ പണ്ട് കൂടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ വലിയൊരു നിരാശയും ഇച്ഛാഭംഗവും നിരാശയൊക്കെ വന്നിട്ട് ഒരു ഫ്രസ്ട്രേറ്റഡ് ഒരു മൊമെന്റ് ആയിരുന്നു. ആ ടൈമിൽ എനിക്ക് എല്ലാത്തിനും, അപ്പൊ ഞാനന്ന് ഈ പ്രോഗ്രാമിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു, ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരുന്നു. അപ്പോ വിചാരിച്ച പോലെ ജോലി കിട്ടുന്നില്ല, ഒന്നുമില്ല, കിട്ടുന്ന ജോലിയൊന്നും വേണ്ട വരുമാനത്തിനുള്ളതല്ല, തികയുന്നില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കൗൺസിലറെ കാണാൻ പോയി. അവരുടെ 2 സിറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നെ തന്നെ സുബോധത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടെന്ന് ആ സിസ്റ്റർ തന്നെയാണ് കൗൺസിൽ ചെയ്തത്. അവർക്കാവുമ്പോൾ ഞങ്ങളെ കുറിച്ച് കൂടുതൽ നന്നായിട്ട് അറിയാം. മാത്രമല്ല അവർ നല്ലൊരു കൗൺസിലിംഗ് എന്താ പറയാ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അന്ന്. ഇപ്പോൾ വയസ്സായി, ഇപ്പോൾ വയ്യായൊക്കെ ഉണ്ട്. അന്ന് വളരെ കൃത്യമായ രീതിയിൽ. പക്ഷെ അവരുടെ ആ സിസ്റ്ററുടെ 2 സിറ്റിങ്ങേ വേണ്ടി വന്നു. ആ 2 സിറ്റിങ്ങിൽ കൂടെ ഞങ്ങൾ കാര്യം അപ്പൊ എന്താ പറയാ ഞങ്ങള് ഭയങ്കര വ്യത്യാസമായി. അതുവരെ ഉണ്ടായിരുന്ന ഞങ്ങളല്ല പിന്നീട് ഞങ്ങളുണ്ടായി. അപ്പൊ അതിനർത്ഥം എന്താണ്? ഒരു എക്സ്പെർട്ടിന്റെ ആവശ്യം വരുന്നു, അതാണ് ആവശ്യം. അപ്പൊ അത് ഏത് രീതിയിലാവും എക്സ്പെർട്ട്. ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഈ പേജ് സൂചിപ്പിക്കുന്നത് 1 ആങ്കർ, 2 കോപം, 2 പ്രൈഡ് അഭിമാനം, 3 റേഷണലൈസേഷൻ ന്യായീകരിക്കുന്ന പ്രവണത. ജസ്റ്റിഫിക്കേഷൻ എന്നൊക്കെ പറയില്ല, റേഷണലൈസേഷൻ ഇതിനെ നീതീകരിക്കുന്ന ഒരു സ്വഭാവം. ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്തത് 286ലേക്ക് പോകാമല്ലോ അല്ലെ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പോവാം സാറേ, പോവാം. അവിടെ പോവാൻ ചേട്ടാ, പോവാം. ഓക്കെ, ശരി. മാസ്റ്ററിങ് റിസെന്റ്മെന്റ്. അതെ, അത് നമ്മുടെ വിദ്വേഷത്തിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റും? കൈകാര്യം ചെയ്യില്ല, മാസ്റ്ററിങ്. അതിന്റെ മുകളിൽ എങ്ങനെ നമുക്ക് അതിനെ മറികടന്ന് അതിനെ നമുക്ക് അതായത് നമ്മളുടെ വിദ്വേഷങ്ങളും നമ്മളുടെ നീരസങ്ങളും അവയൊക്കെ എങ്ങനെ നിയന്ത്രണ വിധേയത്തിലാക്കാൻ പറ്റും എന്നാണ്. ആൽക്കോളിക്സ് അനോണിമസ് പേജ് 66, 67. അത് ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് ബുക്കിന്റെയാണ്. നമുക്ക് മലയാളത്തിലുള്ളതുകൊണ്ട് നമുക്ക് എടുക്കാം. ഏകദേശം ആ പേജൊക്കെ തന്നെ ആയിരിക്കും. 65 ആവും ചിലപ്പോൾ. 4-ാം പടിയുടെ ഭാഗമാണ്. He began to see that the world and its people had come to us. 65-ാമത്തെ പേജില് മലയാളം ബുക്ക് ലാസ്റ്റ് പാരഗ്രാഫില് ആദ്യത്തെ 2 വരി കഴിഞ്ഞ് 2 സെന്റൻസ് 2 വരിയല്ല 2 സെന്റൻസ്. ലോകവും അതിലെ ജനങ്ങളും ഞങ്ങളെ നിയന്ത്രിക്കുന്നതായി ഞങ്ങൾ കണ്ടു തുടങ്ങി. അത്തരമൊരവസ്ഥയിൽ മറ്റുള്ളവരുടെ തിന്മകൾ യഥാർത്ഥമോ ഭാവനയോ ആകട്ടെ ഞങ്ങളെ നശിപ്പിക്കാൻ പോകുന്നവയാണ്. ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഈ അമർഷത്തെ അതിജീവിക്കേണ്ടതുണ്ട്. പക്ഷെ എങ്ങനെ? മദ്യത്തിനുപരി അവയെ അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളോട് തെറ്റു ചെയ്തവർ ആത്മീയമായി അധപ്പതിച്ചവരാകാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അവരുടെ രോഗലക്ഷണങ്ങളും അവ ഞങ്ങളെ ശല്യം ചെയ്ത രീതിയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരും ഞങ്ങളെപ്പോലെ രോഗികളായിരുന്നു. സസന്തോഷം ഞങ്ങൾക്ക് രോഗിയായ ഒരാളോട് കാട്ടുന്ന ദയയും ക്ഷമയും സഹിഷ്ണുതയും അവരോടും കാട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഒരാൾ ഞങ്ങളോട് എതിർക്കുമ്പോൾ ഞങ്ങളോട് തന്നെ പറഞ്ഞു, ഇയാളൊരു രോഗിയാണ്, ഞങ്ങൾ ഇയാളെ എങ്ങനെ സഹായിക്കും? ദൈവമേ, ക്രോധത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കും.
അവിടുന്ന് അത് ചെയ്യും. പകയും തർക്കങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു. രോഗികളോട് നാം അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ ചെയ്താൽ സഹായിക്കാനുള്ള അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ കഴിയില്ലായിരിക്കും. എന്നാൽ എല്ലാവരെയും കാരുണ്യത്തോടും സഹിഷ്ണുതയോടും കാണാനെങ്കിലും ദൈവം നമ്മെ സഹായിക്കും. ഇത്രയാണുള്ളത്. അപ്പൊ ഇതെവിടെയാണ്? 4-ാം പടിയിലെ ആ ലിസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം, വിദ്വേഷത്തിന്റെ ലിസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഉള്ള ആ ഒരു സമയത്താണ്. അപ്പോ നോക്കാം. ഇതില് എങ്ങനെയാണ് നമുക്ക് വിദ്വേഷത്തിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിനെ മാസ്റ്റർ ചെയ്യാം. മാസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാം. അതാണ് കാര്യം. അപ്പൊ ആധിപത്യം സ്ഥാപിക്കുക ഇത് തന്നെ. എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും, അത് തന്നെയാണല്ലോ കാര്യം. അപ്പോ നമുക്ക് അതില് എന്താണ് അതിൽ പറയണമെന്ന് നോക്കാം. ഒരു മിനിറ്റ് ട്ടോ. ഇതില് ആദ്യമായിട്ട് 65-ാമത്തെ പേജിലെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ 65-ാമത്തെ പേജിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനിക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അതല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്ന പാരഗ്രാഫ്. അതിലത്ത് ഒരു വരി ഒന്ന് വായിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നാലേ ശരിയാവുള്ളൂ. അതിലത്ത് ഒരു വരിയല്ല, ചില വരികൾ നോക്കാം. എന്താ? അഗാധമായ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ജീവിതം നിഷ്ഫലവും അസന്തുഷ്ടവുമായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം. ഓക്കെ. അപ്പൊ അഗാധമായ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ജീവിതം നിഷ്ഫലവും അസന്തുഷ്ടവുമായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണെന്ന് ഇവിടെ പറയുന്നു. ഇനി 63-ാമത്തെ പേജ്, ഇതിൽ ലാസ്റ്റ് പാരഗ്രാഫ്, അവിടെ പറഞ്ഞിരിക്കുന്നത് വിദ്വേഷമാണ് പ്രധാന ശത്രു. അത് അമിത മദ്യപാന രോഗികളെ മറ്റെന്തിനേക്കാളും കൂടുതൽ നശിപ്പിക്കുന്നു. എല്ലാ ആത്മീയ രോഗങ്ങളെയും ആരംഭം അവിടെ നിന്നാണ്. കാരണം ഞങ്ങൾ ശാരീരികമായും മാനസികമായും മാത്രം ഉള്ളവരായിരുന്നില്ല, മറിച്ച് ആത്മീയമായ രോഗബാധകളുള്ളവർ കൂടിയായിരുന്നു. അപ്പൊ നമ്മളെ രോഗം എന്താണ്? 3 ഫോൾഡ് രോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പറഞ്ഞു വിദ്വേഷമാണ് പ്രധാന ശത്രു. ശത്രു എന്നല്ല ശരിക്കും തന്നെ. റിസെന്റ്മെന്റ് ഈസ് ദ നമ്പർ 1 ഒഫൻഡർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഇതിൽ ശത്രു എന്ന് പറഞ്ഞാൽ ശത്രു തന്നെ, അത്രേ ഉള്ളൂ തൽക്കാലത്തിൽ. ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഇവിടെ 65-ാമത്തെ പേജിൽ നേരത്തെ വായിച്ചത്, അഗാധമായ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ജീവിതം നിഷ്ഫലവും അസന്തുഷ്ടവുമായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം. അപ്പൊ വിദ്വേഷത്തിന്റെ ലിസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ഒരു വാചകം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് വിദ്വേഷം പറ്റില്ല, ആ വിദ്വേഷത്തിന് എനിക്ക് മാറ്റിയേ പറ്റില്ല. ഇനി നമ്മൾ നേരത്തെ വായിച്ച ആ ഭാഗത്തിന് തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ്, അവിടെ എന്താണ് പറഞ്ഞത്? ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോപത്തിൽ നിന്ന് സ്വതന്ത്രരാകേണ്ടതുണ്ടായിരുന്നു. ഭ്രാന്തമായ കോപാന്ധതയും നിരന്തരമായി പരാതിപ്പെട്ടുകൊണ്ടിരിക്കലുമെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അവയൊക്കെ സാധാരണ മനുഷ്യരുടെ അസ്പഷ്ടങ്ങളായ ആഡംബരങ്ങളായിരിക്കും. പക്ഷേ അമിത മധ്യാസത്തിന് ഈ കാര്യങ്ങൾ വിഷമാണ്. അപ്പൊ ഇവിടുന്ന് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആണ് പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പോകണം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നും, യെസ്, വിദ്വേഷം നിന്ന് എനിക്ക് മുക്തനായേ പറ്റൂ. അല്ലെങ്കിൽ വിദ്വേഷം ഇല്ലാതെ എങ്ങനെ എനിക്ക് ജീവിതത്തിൽ ഓരോ നിമിഷവും കൊണ്ടുപോകാൻ പറ്റും? കാരണം വിദ്വേഷമാണ് പ്രധാന ശത്രു, അത് എന്നെ നശിപ്പിക്കും. അപ്പൊ എനിക്ക് വിദ്വേഷം പറ്റില്ല. പക്ഷെ അത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ ഒരാളോട് ഭയങ്കര വിദ്വേഷമുണ്ട്, അയാളുടെ പേര് ഞാൻ ഇതൊക്കെ എഴുതിയോണ്ട് മാത്രം കാര്യമുണ്ടായില്ല. എനിക്ക് ആ വിദ്വേഷം എനിക്ക് പോകുന്നില്ല എൻ്റെ മനസ്സിൽ നിന്ന്. അപ്പൊ എൻ്റെ മനസ്സിന് പോകാനായിട്ട് ഞാൻ ഈ വിദ്വേഷം എന്ന് പറഞ്ഞാൽ തന്നെ ആരോടോ ഉള്ള ഒരു നീരസത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. ചെറുതായിട്ട് നീരസമല്ല, അതിന് മുമ്പ് ഒരു ചെറിയ അസംതൃപ്തി. ആ അസംതൃപ്തി നീരസമായി വളരും, നീരസം വിദ്വേഷമായി വളരും, വിദ്വേഷം പിന്നീട് വളർന്നു കഴിഞ്ഞാൽ അത് പകയ പ്രതികാര ബുദ്ധിക്കായി മാറും, വളർന്നു വലുതാവും. അപ്പൊ അതിന് ഇട കൊടുക്കരുത്. എനിക്ക് വിദ്വേഷമുള്ളത് എങ്ങനെ പോകും? പക്ഷെ സാധിക്കുന്നില്ല. എപ്പോഴും എനിക്ക് അയാളുടെ മുഖമാണ് എൻ്റെ മുഖത്ത് തോന്നുന്നത്. അയാളുടെ പേര് കേട്ടാൽ എനിക്ക് ആകെ ഒരു അസ്വസ്ഥത വരുന്നു.
എന്റെ ചിന്തകൾ മാറിപ്പോകുന്നു, എനിക്ക് ചില സമയത്ത് എന്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോഴാണ് ഇവിടെ പറയുന്നത് അതിനുള്ള ഒരു മാർഗമാണ് ഈ പറയുന്നത്. ഇത് വളരെ ഇഫക്റ്റീവാണ് ഈ മാർഗം. എന്റെ ജീവിതത്തിൽ ഞാനത് വളരെയധികം പ്രവർത്തിക്കുന്നതാണ്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചില സമയത്തൊക്കെ ചില നീരസങ്ങളും ഇതൊക്കെ ചില ആൾക്കാരോട് താൽക്കാലികമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചെയ്യുന്നത് പണി കൂടിയാണ്. ഇത് ബിഗ് ബുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ ഇതാണ്, ഞങ്ങൾ പട്ടികയിലേക്ക് തിരിഞ്ഞു, കാരണം ഭാവിയുടെ താക്കോൽ അതിലാണ്. അപ്പൊ ആ വിദ്വേഷത്തിന്റെ പട്ടിക എടുത്ത് ആ പട്ടികയിലേക്ക് തന്നെ പോയി. അതിനെ പുതിയൊരു വീക്ഷണത്തിൽ കാണാൻ ഞങ്ങൾ തയ്യാറായി. പുതിയൊരു വീക്ഷണം എങ്ങനെയാണ് വിദ്വേഷത്തിന്റെ. അപ്പോൾ നമുക്ക്, കാരണം ഇത് വിദ്വേഷം മാറണം എന്നുള്ള ഇവിടെ ബോധ്യമായി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇനി അതെങ്ങനെയാണ് മാറേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമ്മളെ കൺവിൻസ് ചെയ്യിക്കുക. നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയില്ല, അത് തന്നെ, അതാണ് സംഭവം. മനസ്സിലാക്കുക, മനസ്സിന്റെ ഉള്ളിലാക്കി കൊടുക്കുക. അപ്പൊ അതാണ് ലോകവും അതിലെ ജനങ്ങളും ഞങ്ങളെ നിയന്ത്രിക്കുന്നതായി കണ്ടു തുടങ്ങി. വളരെ കൃത്യ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത്. കാരണം ഒരാളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തിനോട് എനിക്ക് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് തുറന്നു പറയുമ്പോൾ ചിലപ്പോൾ വീണ്ടും ആ ആർഗ്യുമെന്റ് അവിടെ വരും. അപ്പൊ ചിലപ്പോൾ എൻ്റെ ഭാഗം ശരിയല്ല എന്ന് തോന്നിയിട്ട് അയാളുടെ ഭാഗമാണ് ശരിയെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിന് വിഷമായി പോയി. അപ്പൊ എൻ്റെ അന്നത്തെ ദിവസം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അടുത്തൊരു അരമണിക്കൂർ നേരെങ്കിലും എന്നെ നഷ്ടപ്പെടും. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും, എന്താ അങ്ങനെ പറഞ്ഞ അയാളെന്താ അങ്ങനെ പറഞ്ഞു, അയാൾക്ക് അങ്ങനെ പറയാം, അപ്പൊ ഞാൻ ഒരു മണ്ടനാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. ഉള്ളിൽ തന്നെ അവനവനോട് ചോദിക്കും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിൽ അന്നത്തെ ഒരു ദിവസത്തെ ചെയ്യേണ്ട പല കാര്യങ്ങളും വേണ്ടത്ര ശ്രദ്ധയോട് ചെയ്യാൻ പറ്റേണ്ടത് വരും. എനിക്ക് സംഭവിക്കാം. അപ്പൊ അതാണ് പറഞ്ഞത്, ലോകവും അതിലെ ജനങ്ങളും ഞങ്ങളെ നിയന്ത്രിക്കുന്നതായി ഞങ്ങൾ കണ്ടു തുടങ്ങി. അപ്പൊ നമ്മളുടെ ചിന്തകളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് വല്ലവരുമാണെന്ന് കണ്ടു തുടങ്ങി. അത് നോക്കി ഇത് ശ്രദ്ധിച്ചപ്പോ അത്തരമൊരവസ്ഥയിൽ മറ്റുള്ളവരുടെ തിന്മകൾ യഥാർത്ഥമോ ഭാവനയോ ആകട്ടെ ഞങ്ങളെ നശിപ്പിക്കാൻ പോകും. അപ്പൊ ചിലപ്പോൾ അവരുടെ ഭാവനയായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം, എന്നാൽ കൂടി അത് ഞങ്ങളെ നശിപ്പിക്കാൻ പോകും. ഇത് ഉറപ്പായി കഴിഞ്ഞാലോ ഇനി എന്താണ് വേണ്ടത്? ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഒരു ചോദ്യമാണ്. അപ്പോ ചോദ്യം അവനോട് ചോദിക്കും, ഞാൻ ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് ഇന്ന വ്യക്തിയോട് എനിക്ക് വിരോധമുണ്ട്. അപ്പൊ ആ വിരോധമുള്ള വ്യക്തി, ആ വിദ്വേഷമുള്ള കാര്യത്തിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നിട്ട് സ്വയം പറയാണ്, ഈ അമർഷത്തെ അതിജീവിക്കേണ്ടതുണ്ട്. യെസ്, അത് നേരത്തെ മനസ്സിലായതാണ്. ഇതിനെ ഈ വിദ്വേഷം, ഈ അമർഷം, ഈ അവസ്ഥയെ എനിക്ക് അതിജീവിക്കണം. അപ്പൊ അതിജീവിക്കാനായിട്ട് പക്ഷെ എങ്ങനെ? വീണ്ടും ചോദ്യം ഇനി വരുന്നു. മദ്യത്തിനുപരി അവയെ അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. മദ്യത്തിനെ അകറ്റി നിർത്തി, പക്ഷെ ഈ ചിന്തകളെ, ഈ വിദ്വേഷപരവും അല്ലെങ്കിൽ മറ്റുള്ളവരുള്ള നീരസങ്ങളും ഇങ്ങനത്തെ ചിന്തകളും ഒന്നും അകറ്റി നിർത്താൻ കഴിയുന്നില്ല. ഇപ്പോഴും പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു, പക വരുന്നു, നീരസം വരുന്നു, പക, എന്താ പറയുക, അങ്ങനെ ഒരു പ്രതികാര ബുദ്ധി വരുന്നു, പലതും വരുന്നു. അതിനെ അകറ്റി നിർത്താൻ കഴിയുന്നില്ല. ഇനിയാണ് അതിന്റെ ആൻസർ. ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളോട് തെറ്റ് ചെയ്തവർ ആത്മീയമായി അധപ്പതിച്ചവരാകാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ അടുത്തൊരു മനസ്സിലാക്കുക, അത് ഞങ്ങളോട് തെറ്റ് ചെയ്തവർ എന്ന് ഞങ്ങൾ കരുതുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടാവും പലരും, തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ്തു നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, രണ്ടുണ്ടാവും. അപ്പൊ ആ തെറ്റ് ചെയ്തവരൊക്കെ അവർ ആത്മീയമായി അധപ്പതിച്ചവരാണ്. അധപ്പതിക്കുക എന്ന് പറഞ്ഞ് ഇവിടെ ഒരർത്ഥത്തില് അവർക്ക് വേണ്ടത്ര ആത്മീയമായ പ്രകാശം ലഭിച്ചിട്ടുണ്ടാവില്ല. എന്നെ പോലെ തന്നെ ഞാൻ ആത്മീയമായി ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. എന്താണ് സ്പിരിച്വാലിറ്റി? എന്നോട് സൈക്കാട്രിസ്റ്റ് പറഞ്ഞു, അശോക്, യു വിൽ ഹാവ് ടു ടേക്ക് സം സ്പിരിച്വൽ ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്താ, വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ ചോദിച്ചാളെ. കാരണം സ്പിരിച്വാലിറ്റിയും റിലീജിയനും ഒക്കെ ആയിട്ട് ഒന്നാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന, റിലീജിയനെ മൊത്തം ഞാൻ വെറുത്തിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ സമയത്ത് എനിക്ക് സ്പിരിച്വാലിറ്റിയുള്ള ഡിഫറൻസ്, ആ ഒരു ഇതൊന്നും മനസ്സിലായിരുന്നില്ല.
അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ അതുപോലെ അപ്പൊ എന്നെ പോലെ അധപ്പതിച്ചവരാകാം, ചിലപ്പോൾ എന്നെക്കാൾ ഉപരി അധപ്പതിച്ചവരാവാം എന്നോട് തെറ്റ് ചെയ്തു. ഞങ്ങളോട് തെറ്റ് ചെയ്തവർ ആത്മീയമായി അധപ്പതിച്ചവരാകാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇത് പറയുന്ന ആരാ? ഈ ഞങ്ങള് 100 പേരാണ്, അത് ഓർക്കണം. ഇനി അവരുടെ രോഗലക്ഷണങ്ങളും അവ ഞങ്ങളെ ശല്യം ചെയ്ത രീതിയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, കാരണം അവരുടെ പല പെരുമാറ്റങ്ങളും അവർ രീതിയെ ചിലപ്പോൾ അവർ നമുക്ക് പാര വെച്ചിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ ചിലപ്പോൾ തല്ലിയിട്ടുണ്ടാവും, തെറി വിളിച്ചിട്ടുണ്ടാവും, പബ്ലിക്കിൽ അവമാനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കടം മേടിച്ച കാശ് വിച്ചു വെച്ചിട്ട് ഉണ്ടാവും, വേണ്ട സമയത്ത് കാശ് കടം ചോദിച്ചപ്പോൾ തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അവരുടെ രോഗലക്ഷണങ്ങളും ആ ലക്ഷണങ്ങൾ വാക്കുകളായിരിക്കും, അവർ ചിലപ്പോൾ വാക്കുകളാവാം, പ്രവൃത്തിയാവാം, എന്ത് വേണമെങ്കിലും. അവ ഞങ്ങളെ ശല്യം ചെയ്ത രീതിയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരും ഞങ്ങളെ പോലെ രോഗികളായിരുന്നു. അതെ, അവരും ഞങ്ങളെ പോലെ രോഗികളായി. അപ്പൊ ആത്മീയമായ രോഗം, എന്റെ ആത്മീയമായ രോഗം കൊണ്ട് ഞാൻ മദ്യത്തിലേക്കാണ് വന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് മദ്യത്തിലുണ്ടാവില്ല, അവർക്ക് വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലർ കാശിന് ഭയങ്കര ആർത്തിയുള്ളവരായിരിക്കാം, ചിലപ്പോൾ ചിലർ സെക്ഷനുള്ള ആർത്തിയുള്ളവരായിരിക്കാം, ചിലര് ഇപ്പൊ എനിക്കറിയാം, ഞങ്ങളുടെ അടുത്തൊരു കാർന്നവര് ഇപ്പോഴല്ല, കുറച്ചു കാലം മുമ്പ് എൻ്റെ വീടിന്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് അങ്ങോർക്ക് ഡെയിലി അങ്ങോട്ട് അയൽവാസിയായിട്ട് ഉടക്കാനേ നേരമുള്ളൂ. എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും കിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റവന്റെ പറമ്പിന്റെ ഒരടി മണ്ണെങ്കിലും പ്രതിക്കുന്നു. ഇത് അങ്ങോട്ട് വീക്ക്നെസ്സാ, വേറെ അങ്ങോർക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ കള്ളുപിടിക്കില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങോർക്ക് ഇതൊരു വീക്ക്നെസ്സാ. എന്നിട്ട് നമ്മളെ ഡെയിലി തമ്മിൽ തല്ലാണ്, എന്താ പറയുക, വേലി മാറ്റി കുത്തുക. പിന്നെ അവസാനം അവർ മതിൽ പണിതു, ഇല്ലാത്ത കാശൊക്കെ കടം മേടിച്ചിട്ട് അവർ മതിൽ പണിതു, നിവൃത്തിയില്ലാണ്ട്, ഇയാളെ കൊണ്ട് നിവൃത്തിയില്ലാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ട് പലരും, അതൊക്കെ രോഗികളാവാം അവരൊക്കെ, അങ്ങനത്തെ ആൾക്കാരൊക്കെ. ഞാൻ അവരെ കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്യല്ലോ പറയുന്നത്, ഞാൻ പറയാം. അപ്പൊ അതുപോലുള്ള പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവാം അങ്ങനത്തൊക്കെ. അപ്പൊ അവ ഞങ്ങളെ, അങ്ങനെയുള്ള വല്ല ശല്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ തന്നെ അവ ഞങ്ങളെ ശല്യം ചെയ്ത രീതിയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരും ഞങ്ങളെ പോലെ രോഗികളെ, അത് മനസ്സിലാക്കിയാൽ മതി. യെസ്, അവർക്കും ഏതോ വിധത്തിലുള്ള രോഗങ്ങളുണ്ട്. ഇനിയോ, സസന്തോഷം ഞങ്ങൾക്ക് രോഗിയായ ഒരാളോട് കാട്ടുന്ന ദയയും ക്ഷമയും സഹിഷ്ണുതയും അവരോടും കാട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പൊ എന്താ അവിടെ ചെയ്തത്? ഒന്ന്, അവർക്ക് എന്നെ പോലെ തന്നെ ഞാൻ എത്രത്തോളം അധപ്പതിച്ചതാണോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിലുപരി, അല്ലെങ്കിൽ അതിൽ കുറച്ച് കുറവ് ആയിട്ട് അവർക്കും ഈ രോഗമുണ്ട്. രോഗം എന്താണ്? സ്വാർത്ഥത. സ്വാർത്ഥതയാണ് രോഗം, ആത്മീയ രോഗം. ഓക്കെ, ഈ രോഗമുള്ള ഒരാളാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടോ, സസന്തോഷം ഞങ്ങൾക്ക് രോഗികളായ ഒരാളോട് കാട്ടുന്ന ദയയും ക്ഷമയും സഹിഷ്ണുതയും അവരോടും കാട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. എനിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. എങ്ങനെ സാധിക്കും? നോക്കൂ, ഞാൻ ഒരു AA മീറ്റിങ്ങിന് മുമ്പ് അവിടെ ഒരു പുതുമക്കാരനായിട്ട് ആള് വരുമ്പോൾ അയാള് നമ്മളുടെ ഈ മീറ്റിങ്ങിൽ ഷെയറിങ്ങുകളും മറ്റും കേട്ടിട്ട് അയാളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അയാള് ലാസ്റ്റ് ചിലപ്പോൾ അയാളോട് പറയും, നിങ്ങളത് പരിചയപ്പെടുത്തും. ആ പരിചയപ്പെടുത്തുന്ന സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ, ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ അയാൾ പറയണ, യെസ്, എനിക്കും ഈ പ്രശ്നമുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തൊരു സന്തോഷം വരും. യെസ്, ശരി, അയാള് ഐഡന്റിഫൈ ചെയ്തു. നമ്മൾ അയാളുടെ ബാക്കിയുള്ള കുറവുകളൊന്നും നോക്കുന്നില്ല ആ സമയത്ത്, ഉണ്ടോ? ഇല്ല. അതുപോലെ ഇങ്ങനത്തെ ഒരാളും ഈ രോഗമൊക്കെ എനിക്കുള്ളതാണ്. അപ്പൊ എന്നെ പോലെ ഒരു രോഗിയാണ് അയാളും എന്ന് ഞാൻ കരുതുകയാണെങ്കിൽ എനിക്ക് അയാളോട് പിന്നെ സ്നേഹമില്ലാണ്ട് വേറെ എന്തുണ്ടാവും? സഹിഷ്ണുതല്ലേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് അയാളോട് വെറുപ്പുണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, യാതൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ടെക്നിക്ക്, മനസ്സിലായോ? അപ്പോ എന്ത് ചെയ്തു? അപ്പൊ രോഗിയായ ഒരാളോട് കാട്ടുന്ന ദയയും ക്ഷമയും സഹിഷ്ണുതയും അവരോടും കാട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് അങ്ങനെ കാണിക്കാൻ പറ്റില്ല, അതിന് ദൈവത്തിൻ്റെതായ സഹായമാണ്. ആ സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇതൊരു പ്രാർത്ഥനയാണ്, ഇതൊരു 4-ാം പടി പ്രാർത്ഥന. ഇത് വേണ്ടവരെ അണ്ടർലൈൻ ചെയ്തോളൂ, നോട്ട് ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ ഇതിന് കൂടുതൽ സമയം എടുക്കുന്നതന്നെ അതുകൊണ്ടാണ്. കാരണം നമ്മുടെ പ്രോഗ്രാമിന്റെ ക്രക്സാണ് ഈ കിടക്കുന്നത്.
ഇത് മനസ്സിലാക്കാണ്ട് ഇതൊന്നും മനസ്സിലാക്കാണ്ട് മുമ്പോട്ട് പോയിട്ട് യാതൊരു ഉണ്ടായിരിക്കാം, ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം കാര്യം. ഞാൻ പറഞ്ഞു എന്നെ പോലുള്ള ഒരാൾക്കില്ല കാര്യം. ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് മുമ്പോട്ട് പോയിട്ട് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ സഹിഷ്ണുതയും ക്ഷമയും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരും. കുടിക്കാതിരിക്കുക ചെയ്യും, പക്ഷെ അത് പ്രശ്നങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ പ്രോഗ്രാമിൽ റിക്കവറിയുടെ ഇത് മനസ്സിലാക്കലുണ്ട്. ഓക്കെ, എന്നിട്ടോ അപ്പൊ ഞങ്ങൾ അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു. ഒരാൾ ഞങ്ങളോട് എതിർക്കുമ്പോൾ ഇനി വീണ്ടും കൺവിൻസ് ആവുകയാണ് എങ്ങനെ എന്താ ചെയ്യേണ്ടത്. ഒരാൾ ഞങ്ങളോട് എതിർക്കുമ്പോൾ ഞങ്ങളോട് തന്നെ പറയുന്നു. അതാ ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് ഒന്നും കൂടി കൺവിൻസ് ആവുക, മനസ്സിന് ബോധ്യപ്പെടൽ ഒന്നും കൂടി നടത്തുകയാണ്. നടത്തിയിട്ട് അത് പ്രവർത്തിക്കുക, അതിനെക്കുറിച്ചാണ്. അപ്പൊ എന്താണ് ഞങ്ങളോട് തന്നെ പറയുന്നു. എന്താ പറയണ? ഇയാളൊരു രോഗിയാണ്, ഞങ്ങൾ ഇയാളെ എങ്ങനെ സഹായിക്കും? അപ്പോ ഒരാള് അതായത് നമ്മൾ അത്രയും വിശാല ഹൃദയനും അത്രയും ഇതും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് പറഞ്ഞിട്ടില്ലേ മദർ തെരേസയുടെ മുഖത്താറ് തുപ്പി കഴിഞ്ഞപ്പോ മദർ തെരേസ തുപ്പല് തുളച്ചിട്ട് അയാളോട് വളരെ സ്നേഹത്തോടെ പെരുമാറി എന്നൊക്കെ. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതൊക്കെ ഗംഭീരായി. പക്ഷെ അതിനോട് സമാനമായ അവസ്ഥകളിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളത് സൂചനയാണ് കാണിക്കുന്നത്. അതിനുള്ള ടെക്നിക്കാണ് ഇത്. ഒരാൾ ഞങ്ങളോട് എതിർക്കുമ്പോൾ ഞങ്ങളോട് തന്നെ പറയുന്നു ഇയാൾ ഒരു രോഗിയാണ്. ഇത് പറഞ്ഞാൽ മാത്രം പോരാ, അടുത്തത് ഞങ്ങൾക്ക് ഇയാളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? ഇത് നമ്മളോട് തന്നെയുള്ള ചോദ്യമാണ്. അപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, ഒരു വലിയൊരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, യെസ് ഇയാളും ഒരു രോഗിയാണ്, എങ്ങനെ ഇയാളെ നമ്മൾ സഹായിക്കും? ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടോ ആ പ്രാർത്ഥന, അതിന്റെ കൂടെ നെക്സ്റ്റ് അടുത്ത പ്രാർത്ഥന, ദൈവമേ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കും. എന്നിട്ട് ഒരു ഉറപ്പാണ്, അവിടുന്ന് അത് ചെയ്യും. അപ്പോ ഇവിടെ നാലാമ്പടിയിലെ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, രോഗിയായ ഒരാളോട് കാട്ടുന്ന ദയ, സഹിഷ്ണുത, ഇതൊക്കെ കാട്ടാനായിട്ട് എന്നെ സഹായിക്കും. അങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഇപ്പൊ, അതിനെ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ദൈവമേ ക്രോധത്തിൽ നിന്ന്. ഇതൊരു എത്ര എന്താ പറയാ ഉയർന്ന തലത്തിലുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു അവസ്ഥയാണെന്നുള്ളത്. ഇതൊക്കെ പറയാം. അതുകൊണ്ടൊക്കെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ പൊതുവെ നമ്മളുടെ മാനസികാവസ്ഥയും കാഴ്ചപ്പാടും എല്ലാം മാറി മറിയുന്നു. അപ്പൊ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ആൽക്കഹോളിക്സിലാണ്. ലളിതമാണ്, പക്ഷെ എളുപ്പമല്ലാതെ വരും. ആ എളുപ്പമല്ലാതെ വരുന്നത് മുഴുവൻ ഇവിടെയാണ്. എവിടെ? നമ്മളുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കാം. കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കാനായിട്ട് ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ വായിച്ച ഫോൾസ് പ്രൈഡ് ഉണ്ട്, ഇതിന് മുമ്പത്തെ പേജിൽ വായിച്ച ദുരഭിമാനത്തിനെ തച്ചുടയ്ക്കണം. ഇവിടെയാണ് ഒരു സ്പോൺസറുടെ സഹായം ആവശ്യം. ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയും ഒരു സ്പോൺസർ ഇല്ലാതെ പറ്റില്ല എന്നാണ് എൻ്റെ അനുഭവം. എനിക്കറിയില്ല കേട്ടോ, ഇനി ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തവരുണ്ടാവാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയും. ഒരു സ്പോൺസർ ആവശ്യമുണ്ട്. ആ ദുരഭിമാനത്തെ തല്ലി ഉടയ്ക്കണം. കാരണം എന്താ വെച്ചാൽ എൻ്റെ മനസ്സെപ്പോഴും എന്നെ തന്നെ ന്യായീകരിക്കും. നേരത്തെ ആ ഫോൾസ് പ്രൈഡിന്റെ ഇതിൽ നമ്മൾ വായിച്ച പോലെ ആ ജസ്റ്റിഫിക്കേഷൻസ്, ഫോൾസ് ജസ്റ്റിഫിക്കേഷൻസ്, ഇതിലൊക്കെ ഇത് എപ്പോഴും അതുണ്ടായിരിക്കാം. പക്ഷെ അത് എന്താ ഉണ്ടാവുക? ആ ജസ്റ്റിഫിക്കേഷൻസ് നമ്മളുടെ ഈ പറയുന്ന വിദ്വേഷത്തിനെ കൂടുതൽ വളർത്തും. ഈ വിദ്വേഷം വളർന്നാലോ, ഞാൻ അതുകൊണ്ടാണ് ആ ഭാഗങ്ങളൊക്കെ എടുത്തെടുത്ത് വായിച്ചത്. വിദ്വേഷം വളർന്ന് എന്ത് ചെയ്യും? അത് നമ്മുടെ വിദ്വേഷമാണ് പ്രധാന ശത്രു. അപ്പൊ നമ്മുടെ ശത്രുവിനെ വളർത്തുകയാണ് ചെയ്യുക. എൻ്റെ ഉള്ളിലുള്ള ആ ശത്രു വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആത്മീയമായ രോഗത്തിന് വളർച്ച കിട്ടും. ആ ആത്മീയമായ രോഗം വളർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ മാനസികമായ ആ ഒരു ഒബ്സഷൻ വിധേയത്വത്തിലേക്ക് അത് കൊണ്ടുപോകും. എൻ്റെ മാനസികമായിട്ട് ഞാൻ വീക്കായി കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും? കണ്ണിങ്, ബാഫ്ലിങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഈ ചൈത്താൻ കയറി പിടിക്കും. ആര്?
ശക്തനും ചിന്താക്കുഴപ്പം ഉണ്ടാക്കാനും ശക്തനുമായ എന്താണ് സൂത്രശാലിയും ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതിനും ശക്തനുമാണ് മദ്യം. ആ മദ്യം കയറി പിടിക്കും. ഞാൻ പോയി കുടിക്കും. ഞാൻ കുടിച്ചാലോ ഞാൻ മരിക്കും. വേറൊന്നുമില്ല. അതാണ് എൻ്റെ ബുക്ക് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും റിക്കവറിയിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ്. ഇവിടെ ഇതൊന്നും കൺവിൻസ് ആവാണ്ടാണ് നമ്മൾ മുമ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വലിയ ഒരു എന്താ പറയുക റിക്കവറിയിൽ പ്രോഗ്രസ് കിട്ടും. പുരോഗതി വളരെ സ്ലോ ആയിരിക്കും. ഇത് പലപ്പോഴും രക്ഷപ്പെടാനുള്ള എന്താ പറയുക പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. നമുക്കപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകളും ഈ കാര്യത്തിലും നല്ല കാര്യം അവനവന് സുഖമായിട്ടിരിക്കണമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കണം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ മാത്രമേ ദൈവം നമ്മോട് ക്ഷമിക്കുള്ളൂ. അല്ലേ? എപ്പോഴും പറയില്ലേ സെയിന്റ് ഫ്രാൻസിസിന്റെ പ്രാർത്ഥനയിൽ തന്നെ ഇല്ലേ? അപ്പോൾ നമുക്ക് അതാണ് ആവശ്യം. സമയത്ത് 10:50 ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കാം. 1 പ്രേയർ പ്രാർത്ഥന, 2 റിസെന്റ്മെന്റ് വിദ്വേഷം, 3 ടോളറൻസ് സഹിഷ്ണുത. ഈ 3 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. 286 ഇനി അടുത്ത് ഇത് പോകാനുള്ള സാധ്യത ഇന്നില്ല, കുറവാണ്. ഇപ്പൊ എന്തായാലും എന്തെങ്കിലും ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറച്ചു നേരം കൂടി തുടരാം. 5-6 മിനിറ്റ് കൂടി തുടരാം. ഓക്കെ, ചേട്ടാ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ പേജ്. ഇതൊന്ന് നോട്ട് ചെയ്ത് 250